ഹായ്, എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കാൻ നമ്മളെല്ലാവരും സ്ഥിരതയോടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? പക്ഷേ നമ്മൾ ഇത്രയധികം വിശ്വസിക്കുന്ന ഈ സ്ഥിരത തന്നെ നമുക്കൊരു തടസ്സമായി മാറുകയാണെങ്കിലോ? നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസ്, നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം പിന്നോട്ട് വലിക്കുന്നുണ്ടോ? നമുക്കിതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ? ഈ ഒരു വാചകം കേൾക്കാത്തവരായി ആരും കാണില്ല. വിജയത്തിലേക്കുള്ള താക്കോലാണ് സ്ഥിരത, ശരിയല്ലേ? നിങ്ങൾ ഏത് സെൽഫ് ഹെൽപ്പ് പുസ്തകം എടുത്തു നോക്കിയാലും ഇത് തന്നെയാകും പറയുന്നത്: സ്ഥിരത, സ്ഥിരത, സ്ഥിരത. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്ഥിരത ഒരു മലബന്ധമാണെങ്കിലോ? എന്താ, കേട്ടിട്ടൊരു വല്ലായ്മ തോന്നുന്നുണ്ടല്ലേ? അതെ, ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര്. ഞെട്ടണ്ട. അപ്പോൾ ഈ സ്ഥിരത എന്നത് വെറുമൊരു മിഥ്യാബോധമാണോ? നമ്മുടെ നല്ല ശീലങ്ങളൊക്കെ എപ്പോഴാണ് നമുക്ക് തന്നെ ഒരു പാരയായി മാറുന്നത്? നമുക്ക് നോക്കാം. ഈ പുസ്തകം പ്രധാനമായും വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കർശനമായ റൂട്ടീനുകളിലൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ അത് നമ്മുടെ വളർച്ചയെ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അവിടെ തീരും. അപ്പോൾ എന്താണ് ഈ മലബന്ധം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ശരിക്കും നമ്മുടെ ഈ ചിട്ടകൾ എങ്ങനെയാണ് നമ്മളെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ശാരീരികമായി ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് പോലെ തന്നെയാണിത്. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു ബ്ലോക്ക് വരുന്നു, ഒരു ഫ്ലോ അങ്ങ് നിൽക്കുന്നു. കാരണം ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുമ്പോൾ പുതിയ ഐഡിയകൾ വരുന്നത് നിൽക്കും, മാറ്റങ്ങളെ പേടിയാകും, പിന്നെ വളർച്ചയും ഉണ്ടാകില്ല. അവസാനം ജീവിതത്തിൽ ഒരു തരം സ്റ്റക്കായിപ്പോയ അവസ്ഥ വരും. അതാണ് ഈ മുരടിപ്പ്. ഈ അമിതമായ റുട്ടീനിന് കുറേ അപകടങ്ങളുണ്ട്. ഒന്ന്, ജീവിതത്തിലൊരു ചലനവുമില്ലാത്ത അവസ്ഥ വരും, അതായത് മുരടിപ്പ്. പിന്നെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ഒരുതരം ബേൺഔട്ട് വരും. മാനസികമായി തളർന്നു പോകും. പുതിയതൊന്നും പരീക്ഷിക്കാൻ തോന്നില്ല, ഒരു റിസ്ക്കും എടുക്കാൻ വയ്യാതെയാകും. അതോടെ നമ്മുടെ കയ്യിൽ വരുന്ന നല്ല അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും. ഏറ്റവും വലിയ നഷ്ടം എന്താണോ? നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതൊക്കെ പതുക്കെ ഇല്ലാതാകും. അപ്പോൾ ശരി, ഇതാണ് പ്രശ്നം. ഇനി എന്താ ഇതിനൊരു പരിഹാരം? ചിട്ടകളൊക്കെ വലിച്ചെറിയണോ? അങ്ങനെയല്ല. അതിനൊരു വഴിയുണ്ട്. കൂടുതൽ ഡൈനാമിക്കായ ഒരു അച്ചടക്കത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് കുറച്ച് ചിട്ടയും വേണം, കുറച്ച് സ്വാതന്ത്ര്യം വേണം, രണ്ടും കൂടി ചേർന്നൊരു രീതി. അതായത് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് തോന്നിയ പോലെ ജീവിക്കുന്നതല്ല. പകരം ഈ പുസ്തകം പറയുന്നൊരു ആശയമുണ്ട്: ഡൈനാമിക് ഡിസിപ്ലിൻ, അഥവാ ചലനാത്മകമായ അച്ചടക്കം. ഈ രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. കർശനമായ റൂട്ടീനിന്റെ ലക്ഷ്യമെന്താ? ഒരേ കാര്യം ആവർത്തിക്കുക. അതേസമയം ഈ ഡൈനാമിക് ഡിസിപ്ലിൻ്റെ ലക്ഷ്യം നമ്മുടെ വളർച്ചയാണ്, മാറ്റമാണ്. സിമ്പിളായി പറഞ്ഞാൽ, എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന ചിന്തയിൽ നിന്നും മാറി വളരാൻ ഇപ്പോഴെന്താണോ ആവശ്യം അത് ചെയ്യണം എന്നതിലേക്ക് നമ്മൾ മാറുന്നു. കണ്ടോ വ്യത്യാസം? ഓക്കെ, തിയറി കൊള്ളാം. പക്ഷെ ഇതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും, അല്ലേ? അതിനിതാ ഒരു 5 സ്റ്റെപ്പ് പ്ലാൻ. നമ്മുടെ ഈ ബ്ലോക്കൊക്കെ മാറ്റാൻ ഇത് സഹായിക്കും. ഇതൊരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒന്നാമതായി, നമ്മുടെ ഇപ്പോഴത്തെ ശീലങ്ങൾ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. രണ്ടാമത്, ഇടയ്ക്ക് റൂട്ടീനിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. മൂന്നാമതായി, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊരു ചിട്ട വയ്ക്കുക, പക്ഷേ ബാക്കിയുള്ളവയിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആവുക. നാലാമതായി, അച്ചടക്കമെന്ന് പറഞ്ഞാൽ ഒരേ കാര്യം ചെയ്യലല്ല, വളർച്ചയ്ക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകലാണ് എന്ന് മനസ്സിലാക്കുക. അവസാനമായി, ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നോക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തുക. സിമ്പിളല്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ടൊരു നമ്പറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓർത്തു വെച്ചോളൂ, 10 മുതൽ 15% വരെ. ഇതെന്താ ഈ നമ്പർ എന്നല്ലേ? പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരാഴ്ചയിലെ മൊത്തം സമയത്തിൻ്റെ ഒരു 10-15% സർഗാത്മകമായ അപ്രതീക്ഷിതത്വത്തിനായി മാറ്റിവെക്കാനാണ്. അതായത് പ്ലാൻ ഒന്നുമില്ലാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ, വെറുതെ ഇരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട്. ദാരുണൊരു ഐഡിയ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതലിതാണ്. യഥാർത്ഥ വളർച്ച വരുന്നത് ഒരേ കാര്യം 100 വട്ടം ചെയ്യുന്നതിലൂടെയല്ല. എപ്പോൾ മാറണം, എപ്പോൾ പുതിയ കാര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യണം, എപ്പോൾ പഴയ ശീലങ്ങൾ വിടണം എന്ന് തിരിച്ചറിയുന്നതിലാണ് കാര്യം. അതുകൊണ്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ റൂട്ടീനുകളിൽ ഏതാണ് നിങ്ങളെ ശരിക്കും സഹായിക്കുന്നത്? ഏതാണ് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.